ഞാൻ ഈ വിഡ്ഢികളൊന്നും ഒരുപാട് വിളിക്കണം എന്നുള്ള ഒരു പരാതി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്നത് വിഡ്ഢികളെന്ന് തന്നെ വിളിക്കണം. അല്ല അതോടൊപ്പം തന്നെ പ്രതികരിക്കാതെ നട്ടലില്ലാത്ത യങ്സ്റ്റേഴ്സിനെ നട്ടലില്ലാത്തവരെ വിളിക്കണം. കാരണം നട്ടലുണ്ടെങ്കിലും ഈ പറയുന്ന പ്രതികരിക്കുന്ന ഒരു യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പോ ഈ പറയുന്ന അപ്പന്മാരെല്ലാം താഴ്ത്തിറങ്ങിയാനെ. അല്ലെങ്കിൽ ഈ ഒരു വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പോവില്ല. കാരണം നമ്മളെ ഭരിക്കുന്ന ആ ഒരു വിഡ്ഢികളായതുകൊണ്ട് നമ്മളും വിഡ്ഢികളായി മാറി. പക്ഷെ ഉത്തമമായ ജ്ഞാനം ലഭിക്കുമ്പോൾ നമ്മൾ വിഡ്ഢിത്തരങ്ങളിൽ നിന്നും മോചിതരാവണം. എന്നാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് ഇവിടെ സുരക്ഷിതത്വം കിട്ടൂ. അവരും ബുദ്ധിശൂന്യരല്ലാത്ത രീതിയിൽ വളരും. അതുകൊണ്ട് തന്നെയാണ് റിലാക്സ് ഫോർസ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക്കിന്റെ ഈ റിസർച്ചിന് ശേഷം ഞാൻ എല്ലാത്തിനും എതിരെ വന്നത്. ഓക്കെ, 25 വയസ്സുള്ള എനിക്ക് ഈ പറയുന്ന ഗവൺമെന്റിനെ പേടിയില്ല, ഈ പറയുന്ന ജുഡീഷ്യറി പേടിയില്ല, ഇവിടുത്തെ ഞാൻ ചീത്ത വിളിക്കുന്ന യാതൊരു ബിസിനസ് ആൾക്കാരോ സിനിമ നടന്മാരോ ഇവരാരും എനിക്ക് ഭയമില്ല. അതോടൊപ്പം തന്നെ മീഡിയാസ്, വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്ന മീഡിയാസ്, ഈ മീഡിയാസും ഈ പറയുന്ന സിനിമകളും ഇതെല്ലാം കാണുന്നത് ഇവിടുത്തെ ആ ഒരു 95% പെട്ട ആ ഒരു എലികളാണ്. അതായത് ആ ഒരു ബുദ്ധിഹീനരായ ആൾക്കാർ തന്നെയാണ്. കാരണം അതൊന്നും സത്യമല്ലെന്ന് ബുദ്ധിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പൃഥ്വിരാജ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പുള്ളിയുടെ സിനിമ പുള്ളിയുടെ മകളെ പോലും കാണിക്കില്ലെന്ന്. കാരണം സിനിമയെല്ലാം ഒരു ടൈപ്പ് ഓഫ് മിറർ ന്യൂറോൺസ് വഴി നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു നെഗറ്റീവ്സും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം ഒഴുക്കുന്ന കൺസെപ്റ്റാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെല്ലാം പെണ്ണുങ്ങള് ക്ലാസ് റൂമിൽ നിന്ന് വെള്ളം ഒടിക്കുന്നു. കാരണം അതെല്ലാം ഒരു സിനിമയിൽ ഒരു ട്രെൻഡാക്കി മാറ്റി. ഈ പറയുന്ന സിഗരറ്റ് ആണെങ്കിലും ഈ പറയുന്ന കഞ്ചാവ് ആണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ഇതെല്ലാം സിനിമ നടന്മാര് വലിച്ചൊക്കെ കാണിച്ചു തരും. ഇതെല്ലാം നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഉള്ളിലേക്ക് കയറും. ഞാൻ ഇതിലെല്ലാം കൂടി കടന്നു വന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ല, റിസർച്ച് എന്റെ ഈ ശരീരം വെച്ചിട്ടാണ് ഞാൻ റിസർച്ച് ചെയ്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ ശരീരം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ ഈ സാറ്റലൈറ്റ് എല്ലാം നിയന്ത്രിക്കുന്ന ആ ഒരു അമേരിക്കൻ കൺട്രീസിന്റെ അതോടൊപ്പം തന്നെ പണത്തിന് വേണ്ടി ഓടുന്ന ഈ പ്രൊഡ്യൂസേഴ്സ്, സിനിമ നടന്മാർ, ഇവരുടെ എല്ലാവരുടെയും ആസൂത്രണം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന മീഡിയാസ് ആണെങ്കിൽ പോലും ഈ വാർത്തകളെല്ലാം ഫേക്ക് തന്നെയാണ്. 100% ഫേക്ക് ആയിട്ടുള്ള വാർത്തകളാണ് ഈ പത്രവാർത്തകളെല്ലാം തരുന്നത്. പക്ഷെ ഇതെല്ലാം വെറുതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വിഡ്ഢികളെ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വിഡ്ഢിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു യങ്സ്റ്റേഴ്സും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും വിഡ്ഢിത്തരം കാണിക്കുമ്പോൾ വിഡ്ഢികൾ തന്നെ പറയണം. കാരണം വിഡ്ഢികളെന്ന് പറഞ്ഞാൽ അവരുടെ തല തുറന്നാൽ മാത്രമേ അവരുടെ ഉള്ളിൽ യാഥാർത്ഥ്യമായ ജ്ഞാനം വെളിപ്പെടൂ. അപ്പൊ അതുകൊണ്ട് അത് സഹിക്കുക. ഓക്കെ, വിഡ്ഢിത്തരങ്ങൾ മാറി പ്രതികരിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്ത് മാറ്റാൻ എന്റെ ഒപ്പം വരുന്ന സമയത്ത് നിങ്ങൾ വിഡ്ഢിത്തരം അല്ലെങ്കിൽ വിഡ്ഢിയല്ലെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നും. അപ്പൊ അതെല്ലാം നോർമലാണ്. ഇതെല്ലാം സഹിക്കുക. ഓക്കെ, കാരണം ഇതെല്ലാം പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഇതെല്ലാം അനിവാര്യം തന്നെയാണ്. കാരണം എല്ലാം അലങ്കോലമായി കിടക്കുന്നു. നമ്മുടെ ലോകം മുഴുവൻ ഇപ്പൊ 200 ലക്ഷം കോടി എല്ലാം കടമെന്ന് പറയുന്നു. ഇവിടെ യാതൊരുവിധ പട്ടിണിയും പരിവട്ടവും ജോലിയില്ലായ്മയും യാതൊരു വികസനവും ഇല്ല. എന്നിട്ടും ഈ പണമെല്ലാം എവിടെ പോയി? നമ്മുടെ ടാക്സ് പണമെല്ലാം എവിടെ പോയി? റോഡെല്ലാം പൊളിഞ്ഞു വീഴുന്നു, പാലമെല്ലാം പൊളിഞ്ഞു വീഴുന്നു. യാതൊരുവിധ അഗ്രികൾച്ചർ ഇല്ല, ഫാമിംഗ് ഇല്ല. എല്ലാവർക്കും അസുഖം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ഹാർട്ട് അറ്റാക്ക്, 1 ലക്ഷം ഹാർട്ട് അറ്റാക്കിന് ഒരു ഓപ്പറേഷൻ ചെയ്തൊരു ഡോക്ടറെ അനുമോദിക്കാൻ പോകുന്നു. അപ്പോൾ ആ വിഡ്ഢി തന്നെയാണ് ഹാർട്ട് നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് വേണ്ടി പണിയെടുത്തൊരു ഡോക്ടറെ അനുമോദിക്കുന്നു. അപ്പോൾ 1 ലക്ഷം ഫാമിലിയാണ് അവിടെ ഇല്ലാതായത്. ഓക്കെ, ഹാർട്ട് എല്ലാം പോയി. ജീവിതം സ്റ്റേബിൾ അല്ല. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഷോപ്പിൽ ഒരാള് പ്രാങ്ക് നടത്തിയാണ്, എന്തൊക്കെയോ എഴുതിക്കൊണ്ടിട്ട് അയാൾക്ക് കൊടുത്തു, അയാൾ മരുന്ന് എഴുതി തന്നു. അപ്പൊ ഇതെല്ലാം ഫേക്ക് ആണ്. ഇതെല്ലാം ഞങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാവരുടെ ആരോഗ്യം, സന്തോഷം, സമാധാനം എല്ലാം ഞങ്ങൾ